رمضان رمضان ليتك دوما قريب. السلام عليكم ورحمة الله. അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട 2 ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദിവസത്തിലേക്ക് പ്രവേശിച്ച ഈ സമയത്ത് വളരെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ട ചെറിയൊരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റമദാൻ കൊണ്ട് നമ്മൾ നേടേണ്ടതിനെക്കുറിച്ച്, റമദാൻ കൊണ്ട് നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ റമദാനുകളിൽ ആ മാറ്റങ്ങളും നേട്ടങ്ങളുമൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനു ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് റമദാൻ, നോമ്പ് എന്ന് പറയുന്നത്. അതെപ്പോഴും ലഭിക്കുന്ന ഒരു അവസരമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസരം. ആ അവസരത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെയാണ് നാം ആ റമദാൻ എന്ന അവസരത്തെ ഉപയോഗിക്കേണ്ടത്? ആ റമദാൻ എന്ന ഏറ്റവും മഹത്തായ അവസരത്തിൽ ഒരു വിശ്വാസിക്ക് നേടേണ്ടത് ഈ റമദാനിലൂടെ നേടാൻ സാധിക്കണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്നത് അവൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ്. അത് ഈ നോമ്പോടുകൂടി, ഈ റമദാനോടുകൂടി നമുക്ക് നേടാൻ സാധിക്കുമോ? നരകമോചനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നരകത്തിൻ്റെ മോചനം ഈ റമദാനോടുകൂടി നമുക്ക് സാധ്യമാകുമോ? സഹോദരങ്ങളെ, അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള ഉപകാരങ്ങൾ ലഭിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നോട് കൽപ്പിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അബൂ ഉമാമ, നീ നോമ്പെടുക്കണം. അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ മിസ്ല ലഹു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റസൂൽ പറയാണ്, അബൂ ഉമാമ, നീ നോമ്പെടുക്കുക. ആ നോമ്പിനോളം പ്രതിഫലം ലഭിക്കുന്ന, നോമ്പ് പോലെ മറ്റൊന്നുമില്ലെന്നാണ്. സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിൽ കഴിഞ്ഞുപോയ 2 നോമ്പുകൾ. ഇനി വരാനിരിക്കുന്ന എണ്ണിയാൽ തീരാവുന്ന വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളിലെ നോമ്പുകൾ. ഈ നോമ്പുകളിൽ നമുക്ക് എന്ത് നേടാൻ സാധിക്കും? അതിന് നമ്മളൊരു ദൃഢനിശ്ചയം വരുത്തണം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്താണ് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏതു തിന്മയാണ് നമ്മെ പ്രയാസപ്പെടുത്തുന്നത്? അതിൽ നിന്ന് പൂർണ്ണമായി എനിക്ക് റമദാനിൽ മോചനം നേടാൻ പറ്റണം എന്ന് നമ്മൾ ദൃഢനിശ്ചയം വരുത്തണം. ഏതൊരു നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ നന്മ ഈ റമദാനോടുകൂടി ഞാൻ സ്ഥിരപ്പെടുത്തുമെന്ന് ദൃഢനിശ്ചയം വരുത്താൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ദുൽഖർനൈനിയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ പറയുന്നത്, ദുൽഖർനൈനി ചെല്ലുന്ന ഒരു നാട്ടിൽ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അവസരമായിരുന്നു, യഅ്ജൂജ് മഅ്ജൂജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു ദുൽഖർനൈനി ആ നാട്ടിലെത്തിയത്. അവർ അടുത്ത് ചെല്ലുകയും അവരുടെ ആവശ്യങ്ങൾ പറയുകയും യഅ്ജൂജ് മഅ്ജൂജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മതിൽ അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും ചെയ്തു. വിശ്വാസികളെ, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്കല്ലാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് റമദാൻ എന്നത്. നമ്മുടെ ജീവിതത്തിൽ യഅ്ജൂജ് മഅ്ജൂജിൽ നിന്ന് ആ സമൂഹം രക്ഷപ്പെട്ടതുപോലെ നമുക്ക് രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ ഈ റമദാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ റമദാൻ പൂർണ്ണമാകുന്നത്, അവിടെയാണ് നമ്മുടെ റമദാൻ അർത്ഥവത്താകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.